എന്റെ ഗരിമേ, സൂര്യൻ ഉദിച്ചു വന്നു. അമ്പലത്തിൽ പോയിട്ട് വിളക്കൊക്കെ കത്തിച്ച് വാ മോളെ. ശരി അമ്മ, ഞാൻ പോകാം. അതെ, എങ്ങോട്ടാ പോണേ? കുളിച്ചിട്ട് പോടി. എന്താ അമ്മ, ദൈവത്തിന് പൂജ ചെയ്താ പോരെ, എന്തിനാ കുളിക്കണത്? എന്നാ നീ വിട്ടേരെ, ഞാൻ തന്നെ അങ്ങ് ചെയ്തോളാം. നിൽക്കമ്മ, ഞാൻ ദാ പോവാ. അമ്മ അമ്മയുടെ കാര്യം ചെയ്യ്, ഞാൻ പോയിട്ട് വരാം. ശരി മോളെ, നീ പോയിട്ട് വാ. ഇവൾക്കാണെ മര്യാദയില്ല, വൃത്തിയില്ല. ദാ കറണ്ടും പോയി. എനിക്കറിയണേ ഈ കറുത്ത പെണ്ണിനെ എങ്ങനെ കുളിക്കുമെന്ന്. ഓ, പൂജ ചെയ്യാൻ പോവായിരുന്നു അവള്. അയ്യോ, കരണ്ട് പോയല്ലോ. കവിത, നീ ചെയ്യണ്ട, ഞാൻ തന്നെ കുളിച്ച് കത്തിച്ചോളാം. അത് കുഴപ്പമില്ല അമ്മ, ഞാൻ പോയി കുളിച്ച് ചെയ്തോളാം. ഓം ജയ ജഗദീശ് ഹരേ, സ്വാമി ജയ ജഗദീശ് ഹരേ, ഭക്തജനോ കെ संकट, दास जनों के संकट क्षण में दूर करे, ഓം ജയ ജഗദീശ് ഹരേ. കവിത പെട്ടെന്ന് കുളിച്ചൊരുങ്ങി പൂജയും ചെയ്തു. ഉഷയുടെ വീട്ടിൽ പതിവിങ്ങനെയാണ്, കുളിച്ച് ജപിക്കണമെന്നും. ഗരിമ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് പൂജ കഴിഞ്ഞ്, പൂജ ചെയ്തിട്ട് എന്താ കാര്യം? എന്തേ, നിന്നെ തന്നെ ഒന്ന് നോക്കിയേ, എന്നിട്ട് എന്നെ നോക്ക്. ഇത്രയൊക്കെ പൂജ ചെയ്തിട്ടും നീ എന്ത് കറുത്തതാണ്. നീ എന്നെ ഒന്ന് നോക്കിക്കേ, എന്ത് വെളുത്ത സുന്ദരിയാ ഞാൻ. അതിനെ നീ ദൈവത്തിനോട് നന്ദി പറയേണ്ടതാണ്. എന്നിട്ട് കുളിച്ച് ജപിക്കുകയും വേണം. എന്നെ വിട്. എടി കറുമ്പി, നീ നിന്റെ ദൈവത്തിനോടൊന്ന് പ്രാർത്ഥിക്ക്, ഒന്ന് വെളുപ്പിക്കാൻ. ഗരിമ എപ്പോഴും കവിതേനെ ഇതുപോലെ കളിയാക്കാൻ ശ്രമിക്കുമായിരുന്നു. ഉഷ ഗരീമേനെ ഒരുപാട് ഉപദേശിക്കും. പക്ഷെ ഒരിക്കലും അവൾക്ക് നന്നാവണ്ടായിരുന്നു. അവൾക്ക് അവളുടെ സൗന്ദര്യത്തിലും വെളുപ്പിലും അഹങ്കാരമായിരുന്നു. അങ്ങനെ ഓരോ ദിവസങ്ങൾ കടന്നുപോയി. എന്നിട്ടൊരു ദിവസം, ദൈവത്തിന്റെ കടാക്ഷം കണ്ടോ? കാൺപൂരിൽ നിന്ന് നിങ്ങൾക്ക് ആലോചന വന്നിട്ടുണ്ട്. അതും ഒരു വീട്ടിൽ നിന്ന്. അനിയനും ജ്യേഷ്ഠനുമാ. അവര് നാളെ വരും. രണ്ടുപേരും നന്നായി ഒരുങ്ങണേ. കുറെ ജോലിയുണ്ട് തീർക്കാൻ. ഞാനൊന്ന് മാർക്കറ്റിൽ പോയിട്ട് വരാം. ഉഷയ്ക്ക് രണ്ടുപേരെയും കുറിച്ച് ഓർത്ത് സന്തോഷമായിരുന്നു. അടുത്ത ദിവസം രാമും ശ്യാമും കൂടെ ഗരിമേനെയും കവിതേനെയും കാണാൻ വന്നു. ഗരിമ നോക്കുമ്പോൾ മൂത്ത ചേട്ടൻ രാം സുന്ദരനായിരുന്നു. അനിയനാണെങ്കിൽ ശ്യാം കറുത്തതും. രണ്ടുപേരും കല്യാണത്തിന് സമ്മതിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അവരവിടുന്ന് പോയതും ഗരിമ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അതെ, നിനക്കെന്താ പറ്റിയത്? നിന്റെ കല്യാണം നിശ്ചയിച്ചു, അതിനിങ്ങനെ പൊട്ടിച്ചിരിക്കണ എന്തിനാ? ബോധമുണ്ടോ നിനക്ക്? ഇപ്പഴാ മനസ്സിലായത് ചെറിയ ആൾക്ക് നിന്നെ ഇഷ്ടപ്പെട്ടത് എന്താന്ന്. അയാളും കറുമ്പനാ. അതുകൊണ്ടല്ലേ ഈ കറുമ്പിനെ അയാൾക്ക് ഇഷ്ടപ്പെട്ടതും. അയാളുടെ ജീവിതത്തിൽ വെളുത്ത പെണ്ണ് പറഞ്ഞിട്ടേ ഇല്ല. മതി, നിർത്ത്. എന്ത് അഹങ്കാരമാ നീ പറയണേ? എപ്പ നോക്കിയാലും അനീത്തിനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഗരിമ, നീ നന്നാവാൻ നോക്ക്. അന്നേ ദിവസം കവിതയ്ക്ക് ഒരുപാട് വിഷമായി. പക്ഷെ ഗരിമ ചേച്ചിയല്ലേ, അതുകൊണ്ടൊന്നും മിണ്ടിയില്ല. അന്നേ വൈകുന്നേരം രാമു ശ്യാമിന്റെ അമ്മ വിമല ഫോൺ ചെയ്തു. ചേച്ചി സുഖാണോ, എന്തുണ്ട്? പറയൂ, ഞാൻ നന്നായിരിക്കണു. എന്തേ നിങ്ങൾ വരാതിരുന്നേ? അത് പിന്നെ എനിക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്റെ കാലിന് വേദന, അതാണ്. പിന്നെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും, അത് തന്നെ ധാരാളം അല്ലേ ചേച്ചി, അതുകൊണ്ടാ. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ പെട്ടെന്ന് തുടങ്ങിക്കോട്ടോ. അത് പറഞ്ഞത് ശരിയാ. അത് പിന്നെ ഞാൻ ചേച്ചിയോട് സംസാരിക്കാൻ ഇരിക്കുകയായിരുന്നു. അത് പിന്നെ എന്തെങ്കിലും ഡിമാൻഡ് എന്തേലും? അയ്യോ, ഇതെന്താ ഇങ്ങനെയൊക്കെ ആലോചിക്കണേ? ദൈവം ഞങ്ങൾക്ക് എല്ലാം തന്നിട്ടുണ്ട്. മരുമക്കള് രണ്ടുപേരും ഇവിടെ വന്ന് എല്ലാം നോക്കി നടത്തിയാ മതി. എന്നും വിളക്ക് കത്തിച്ച് ജപിച്ചൊക്കെ ഇരുന്നാ മതി. ഇതല്ലാണ്ട് വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്ക്. നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട ചേച്ചി. എന്റെ 2 പിള്ളേരും നിങ്ങൾക്ക് ഒരു കുറ്റവും പറയാൻ പറ്റില്ല. ഉഷ അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഗരിമനെ കുറിച്ച് ഭയങ്കര ടെൻഷനായി. ഉഷ ഒരുപാട് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി, എന്നിട്ടും നന്നാവുന്ന ഒരു കോളും ഇല്ല. കവിതയാണെങ്കിൽ വീടെങ്ങനെ നോക്കണം, അടുക്കളയിൽ എങ്ങനെയാണ് പാചകം ചെയ്യേണ്ട എല്ലാം പഠിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെയും കല്യാണം അടിപൊളിയെ നടന്നു. അങ്ങനെ വീട്ടിൽ വന്നു. വരൂ വരൂ, രണ്ടുപേരെ സ്വാഗതം ചെയ്യുന്നു. നോക്ക്, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി 2 മുറിയും 2 അടുക്കളയും ഒരുക്കിയിട്ടുണ്ട്. ഭാവിയിൽ നിങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കാതിരിക്കാനാണ് കേട്ടോ. അതെന്തായാലും അമ്മ ചെയ്തത് നന്നായിട്ടോ. ശരി അമ്മ, ഞാൻ പോകുന്നു. എനിക്ക് കുളിച്ച് പൂജയൊക്കെ ചെയ്യണ്ടേ? അതെ, അത് ഏറ്റവും നല്ല കാര്യമാണല്ലോ എന്റെ മോളെ. പൊക്കോ. കവിത മോളെ, നീയും പോയി കുളിച്ചോ. ശരി അമ്മ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ വിമല നോക്കുമ്പോ വീട്ടിലെ ദേവാരമുറി നല്ല വൃത്തിയായി കിടപ്പുണ്ടായിരുന്നു. വീട്ടിലും നല്ല മണവും ഉണ്ടായിരുന്നു.
ഇത് കണ്ടു വിമലയ്ക്ക് സന്തോഷമായി. അപ്പൊ തന്നെ ഗരീമേനെയും കവിതേനെയും അവളുടെ അടുത്തോട്ട് വിളിപ്പിച്ചു. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് നിങ്ങൾ ഇനി അടുക്കളയിൽ കയറണം, എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യണം. രണ്ടുപേരും പോയി അവരവരുടെ അടുക്കളയിൽ പോയി ആഹാരം ഉണ്ടാക്ക്. പിന്നെ ഉണ്ടാക്കുമ്പോ പനീർ പൊറോട്ടയും ഹലുവ ഉണ്ടാക്കണം, ശരിയല്ലേ? ഗരിമയ്ക്കും കവിതയ്ക്കും മനസ്സിലാവുന്നില്ലായിരുന്നു എന്തിനാണ് ഒരേ സാധനം രണ്ടടുക്കളയിൽ ഉണ്ടാക്കാൻ പറയുന്നതെന്ന്. എന്തെങ്കിലും തിരിച്ചു ചോദിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി. എന്നിട്ട് രണ്ടുപേരും അവരവരുടെ അടുക്കളയിൽ പോയി ആഹാരം ഉണ്ടാക്കാനും തുടങ്ങി. ഞാൻ ഉണ്ടാക്കണ ആഹാരം കഴിച്ച് അമ്മായിക്ക് എന്നെ തന്നെ കൂടുതൽ ഇഷ്ടപ്പെടും. ആ കറുമ്പീനെ ഇന്ന് തന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറക്കി വിടും. ഗരിമ പെട്ടെന്നുണ്ടാക്ക്, അവരെ ഇംപ്രസ് ചെയ്യാൻ ഇതേ ഉള്ളൂ വഴി. എന്റെ ദൈവമേ, എപ്പോഴും നല്ലത് വരുത്തണേ, എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടണേ. കുറച്ചു കഴിഞ്ഞ് ഗരിമയും കവിതയും ഉണ്ടാക്കിയ ആഹാരം അമ്മായിയുടെ മുമ്പിൽ എത്തിച്ചു. പനീർ പരാഠയും ഹലുവയും ഉണ്ടാക്കി. ആഹാരം ടേസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് വിമല അവിടെ എണീറ്റ് നേരെ ഗരീമയുടെ അടുക്കളയിലോട്ട് പോയി. നോക്കിയപ്പോ ഗരീമയുടെ ചെരുപ്പിന്റെ പാടുകൾ തറയിൽ കിടപ്പുണ്ടായിരുന്നു. അടുക്കള തിട്ടിൽ ഗോതമ്പ് പൊടിയും. ഇത് കണ്ട് വിമലയ്ക്ക് ദേഷ്യം വന്നു. ഗരിമയ്ക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റിയില്ല. അത് കഴിഞ്ഞ് നേരെ കവിതയുടെ അടുക്കളയിലോട്ട് പോയി. കവിതയുടെ ചെരുപ്പ് അടുക്കളയുടെ പുറത്തായിരുന്നു. അവൾ പാചകത്തിന് ശേഷം അടുക്കള നല്ല വൃത്തിയാക്കി വെച്ചിരുന്നു. സത്യം പറയാൻ ഗരിമ, നീ ഇന്ന് രാവിലെ പൂജ ചെയ്തിരുന്നോ? അത് പിന്നെ അമ്മ, ഞാൻ ചെയ്തിരുന്നല്ലോ എന്ന്. നീ കള്ളമാണ് പറയുന്നത്. പൂജ നീയല്ല ചെയ്തത്, കവിത ഒറ്റയ്ക്കാണ്. അമ്മയ്ക്കെങ്ങനെ മനസ്സിലായി? നിന്റെ അടുക്കള കണ്ടിട്ട്. അടുക്കളയും ഒരു ദേവാരമുറിയാണ്. ദേവാരമുറി വൃത്തിയാക്കാതെ വെക്കാൻ പാടില്ല. കവിതയുടെ അടുക്കള കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു രാവിലെ അവള് തന്നെയാ പൂജ ചെയ്തേന്ന്. കവിത, എനിക്ക് നിന്നെ ഓർത്ത് സന്തോഷമുണ്ട്. ഇത്രയും പറഞ്ഞ വിമല കയ്യിലുണ്ടായിരുന്ന സ്വർണവള ഊരി കവിതേനെ അണിയിച്ചു. ആ വള കവിതയുടെ കയ്യിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് കണ്ടു നിന്ന ഗരിമ കുശുമ്പും ദേഷ്യവും കൊണ്ട് നിന്നു. ആർത്തിക്ക് പണ്ടുതൊട്ടേ ഒന്നും കിട്ടിയിട്ടില്ല. അവൾക്കാരുടെ സ്നേഹമോ കളിപ്പാട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. കറുപ്പായിരുന്നു കാരണം. അപ്പുറത്ത് ആർത്തിയുടെ സഹോദരി പായൽ നല്ല വെളുത്തിട്ടായിരുന്നു. അവൾ ആഗ്രഹിച്ചതെല്ലാം കിട്ടുകയും അവളുടെ അച്ഛനും അമ്മയും സ്നേഹിക്കുകയും ചെയ്തു. 2 സഹോദരികളുടെ കല്യാണമായി. പായലിന് 1 ലക്ഷത്തിന്റെ ലഹങ്കയാണ്. ആർത്തിക്ക് ഒന്നുമേ ഇല്ല. ആർത്തി ഇങ്ങനെ ഇരുന്നുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരുന്നു. എന്റെ അടുത്താണേ ഒന്നുമേ ഇല്ല. കല്യാണത്തിന് ലഹങ്കയുമില്ല. മണ്ഡപത്തിലോട്ട് എന്തിട്ടിട്ട് പോകും ഞാൻ? ആർത്തിയുടെ അടുത്തൊരു ലഹങ്ക പോയിട്ടൊരു സാരി പോലും ഇല്ലായിരുന്നു. കുഞ്ഞിപ്പുഴത്തെ തൊട്ടേ ഇത് തന്നെയാ സംഭവിക്കുന്നത്. ആർത്തിയുടെ അമ്മ അവളുടെ ജനനത്തോടെ മരിച്ചുപോയിരുന്നു. ആർത്തിയുടെ നിറം കറുപ്പായിരുന്നു. അവളുടെ അച്ഛൻ ഇത് കണ്ടു പറഞ്ഞു, കാക്കയെ പോലെ കറുത്തതാണല്ലോ. ഇവളെന്ത് മകളെയാ പ്രസവിച്ചേ? ഹരിഹരന് ആർത്തിനെ ഇഷ്ടായില്ല. അവന് കറുത്ത മകളെ ഇഷ്ടമല്ലാത്തോണ്ട് ഒരാഴ്ചയിൽ തന്നെ അവൻ വേറൊരു വിവാഹം ചെയ്തു. ആർത്തിയുടെ രണ്ടാനമ്മ സ്വാതിയായിരുന്നു. അവർ1 വർഷത്തിനുള്ളിൽ ഒരു വെളുത്ത കുഞ്ഞിന് ജന്മം നൽകി. ഹരിഹരന്റെ സന്തോഷത്തിന് അതിരുകളില്ല. സന്തോഷമായി. ഇത് വെളുത്ത കുട്ടിയാ. കറുത്ത കുട്ടികളെ എനിക്കിഷ്ടമല്ല. ഹരിഹർ മോളുടെ പേര് പായൽ എന്ന് വെച്ച് അച്ഛനും അമ്മയുടെ സ്നേഹം കുട്ടിക്ക് കിട്ടി. ആർത്തിക്ക് കിട്ടിയത് വെറും വെറുപ്പ് മാത്രം. അവളുടെ രണ്ടാനമ്മ അവളോട് പറയും, നിന്റെ മുഖം കാണുമ്പോഴേ എന്റെ വിശപ്പങ്ങ് പോകും. കഴിക്കുന്ന സമയത്ത് എന്റെ മുമ്പിൽ വരരുത്. ഹരിഹർ, സ്വാതി, പായൽ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആർത്തിനെ എപ്പോഴും മാറ്റി നിർത്തും. അവളെ എപ്പോഴും അടുക്കളയിലിരുത്തി കഴിപ്പിക്കും. അതും ചോറ് മാത്രം. എന്നും ആഹാരം കഴിക്കുമ്പോൾ അവൾ എപ്പോഴും കരഞ്ഞുകൊണ്ട് അമ്മേനെ ആലോചിക്കും. അമ്മ, എന്താ അമ്മ എന്നെയും കൂടെ അമ്മയുടെ കൂടെ കൊണ്ടുപോകാതെ ഇരുന്നത്? എനിക്ക് അമ്മയുടെ അടുത്തോട്ട് വരണം. ദൈവമേ, എന്നെ മുകളിലോട്ടൊന്ന് വിളിക്കോ. എനിക്ക് എന്റെ അമ്മയുടെ അടുത്തോട്ട് പോണം. സ്വന്തം കുഞ്ഞുമല്ല, കറുപ്പുമാണ്. ഇതുപോലത്തെ പിള്ളേർക്കൊക്കെ എപ്പോഴും കിട്ടുന്നത് വെറുപ്പ് മാത്രമായിരിക്കും. ഇക്കാര്യം ആർത്തിക്ക് നേരത്തെ അറിയായിരുന്നു. അങ്ങനെ അവള് വലുതായി. പായലിന് സ്നേഹം കിട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് അവൾ അഹങ്കാരിയായി. 2 പേരും വലിയ കുട്ടികളായി. 2 പേർക്കും കല്യാണപ്രായമായി. വീട്ടിൽ പായലിന് കല്യാണാലോചനകൾ വന്നു. മോളെ, നിനക്ക് കല്യാണത്തിന് പ്രായമായി. നീ കല്യാണം കഴിച്ചേ പറ്റൂ. അത് കഴിഞ്ഞാ നിനക്ക് കുട്ടികളുണ്ടാവും. അമ്മയുടെ ഒരു കാര്യം. മോൾക്ക് നാണം വന്നു. അവിടെ ആർത്തി വന്നു പറഞ്ഞു, അതെ സഹോദരി, നിന്നെ കാണാൻ നല്ല രസായിരിക്കും. ആർത്തിനെ കണ്ട് പായലിന് ദേഷ്യം വന്നു. ഓ, വന്നോ നീ? ഞങ്ങളുടെ ഇത്തിരി സന്തോഷം പോലും നിനക്ക് കാണാൻ പറ്റില്ലല്ലേ? വൃത്തികെട്ട മുഖം കൊണ്ട് എന്തിനാ എപ്പോഴും വന്നതിങ്ങോട്ട്? പക്ഷെ സഹോദരി, ഞാൻ എന്ത് തെറ്റാണ് പറഞ്ഞത്?
ആദ്യത്തെ കാര്യം നീ എന്നെ സഹോദരി എന്ന് വിളിക്കാൻ നിർത്ത്. ഞാൻ നിന്റെ സഹോദരിയല്ല. നീ ഈ വീട്ടിലെ വേലക്കാരിയാ. ഞാൻ വേലക്കാരിയുടെ സഹോദരിയല്ല. ചെല്ലി ഇവിടുന്ന് പോയി ആഹാരം ഉണ്ടാക്കിക്കേ. ഭക്ഷണത്തിന്റെ കാര്യം ഇപ്പോഴാ ഓർത്തെ. ഇന്ന് പായലിനെ കാണാൻ ചെറുക്കന്റെ കൂട്ടര് വരുന്നുണ്ട്. ആർത്തി, അവർക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കണം കേട്ടോ. ശരിയച്ചാ. ആർത്തി അവിടുന്ന് പോയി. അടുത്ത ദിവസം പായലിനെ കാണാൻ ചെറുക്കൻ കൂട്ടർ വന്നു. ചെറുക്കന്റെ പേര് ആലോക് എന്ന്. ആലോക് അവന്റെ അമ്മയുടെ കൂടെ വന്നു. കൂടെ അവരുടെ വേലക്കാരനും വന്നിരുന്നു. വന്ന ഉടനെ ആലോകിന്റെ അമ്മ ജാനകി ചിരിച്ചോണ്ട് പറഞ്ഞു, അത് ഹരിഹർജി, ഞങ്ങളുടെ കൂടെ വേലക്കാരനും വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ. അത് പിന്നെ ഞങ്ങൾക്ക് അവനില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ലാതാ. അതിനൊന്നും കുഴപ്പമില്ല. വരൂ, അകത്തേക്ക് വരൂ. രഘുവിന്റെ കൂടെ ജാനകിയും ആലോകും വന്നു. രഘുവും ചെറുപ്പം തൊട്ടേ അവരുടെ കൂടെ തന്നെയായിരുന്നു. ജാനകിയും ആലോകും സോഫയിലിരുന്നു. രത്ന പായലിനെയും കൊണ്ട് അവിടേക്ക് വന്നു. പായലിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കൊള്ളാലോ മോനെ. ഒറ്റ നോട്ടത്തിൽ നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടോ? അവരവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആർത്തി ആഹാരം കൊണ്ട് വന്നു. ഇതെടുക്കോ, നിങ്ങൾക്ക് വേണ്ടി ആഹാരം കൊണ്ടെന്നാ. കഴിച്ചോളൂ, ഇല്ലെങ്കിൽ തണുത്തു പോവും. ഹരിഹർജി, ഇതാരാണ്? ഇത് ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരിയാ. അങ്ങനെയാണോ? പായൽ മോളെ, നിനക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കാൻ അറിയാലോ. പായലിന് ആഹാരം ഉണ്ടാക്കാൻ അറിയില്ലാത്തതുകൊണ്ട് തന്നെ മിണ്ടിയില്ലവൾ. ജാനകി ആലോക്കും ആർത്തി ഉണ്ടാക്കിയ ആഹാരം കഴിക്കുകയും ചെയ്തു. അവർക്കത് ഒരുപാട് ഇഷ്ടമായി. വാ, ആഹാരം നല്ല രുചിയായിരുന്നു. പക്ഷെ ഹരിഹർജി, ഇത് നിങ്ങളുടെ വേലക്കാരിയല്ലേ ഉണ്ടാക്കിയത്? എനിക്ക് നിങ്ങളുടെ മകൾ ഉണ്ടാക്കിയ ആഹാരമാണ് കഴിക്കേണ്ടത്. അത് പിന്നെ ശരിക്കും പറഞ്ഞ എന്റെ മകൾക്ക് ആഹാരമൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. പിന്നെന്തിനാ കല്യാണം കഴിക്കുന്നത്? കല്യാണം കഴിഞ്ഞ് നമുക്ക് വല്ലതും കഴിക്കണ്ടേ? അപ്പോ ഹരിഹരുടെ തലയിൽ ഒരു ഐഡിയ വന്നു. എങ്കി രഘുവിനെ കൊണ്ട് ആർത്തിയെ കല്യാണം കഴിപ്പിച്ചാലോ? ആർത്തി അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമല്ലോ. അപ്പോൾ അവള് പാചകം ചെയ്തോളും. എല്ലാരും കല്യാണത്തിന് സമ്മതിച്ചു. ആർത്തിയും രഘുവിന്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചില്ല. ഹരിഹർ ഒരു അടി കൊണ്ട് 2 പക്ഷികളെ വീഴ്ത്തി. ശ്രീധനമില്ലാണ്ട് ആർത്തിയുടെ കല്യാണം എന്തായാലും നടക്കില്ലായിരുന്നു. പക്ഷെ ഈ ഒരു കാര്യം കൊണ്ട് ഹരിഹറിന് എക്സ്ട്രാ രൂപ ചെലവാക്കേണ്ടി വരത്തേയില്ല. കല്യാണത്തിന്റെ ദിവസങ്ങൾ അടുത്തു തുടങ്ങി. പായൽ 1 ലക്ഷത്തിന്റെ ലെഹങ്ക വാങ്ങി. ആർത്തി പറഞ്ഞു, അച്ഛാ, നിങ്ങൾ എനിക്ക് വേണ്ടി ലെഹങ്കയൊന്നും വാങ്ങിയില്ലേ? നീ ലെഹങ്ക ഇട്ടിട്ട് എന്താ ചെയ്യാൻ പോണേ? വേലക്കാരിക്ക് ലെഹങ്ക ഇടണമെന്ന്. എല്ലാരും ചിരിച്ചുകൊണ്ട് തന്നെ ആർത്തി പറഞ്ഞ കാര്യം തള്ളി. പക്ഷെ ആർത്തിക്കറിയായിരുന്നു, കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലേ ഉള്ളൂ. എനിക്കും ലെഹങ്ക വേണം. 1000 രൂപയുടെ ലെഹങ്കയാണേലും മതി. നിനക്ക് വേണ്ടിയോ? ഒരു പൈസ ഞാൻ ചെലവാക്കില്ല. ശല്യമാകുന്നു ഇവളെ കൊണ്ട്. നീ ശരിക്കും ആഫ്രിക്കയുടെ ജംഗലിൽ ഉണ്ടാവുന്നതായിരുന്നു. അങ്ങനെ കല്യാണത്തിന്റെ ദിവസമായി. പായൽ ലെഹങ്കയൊക്കെ ഇട്ട് തയ്യാറായി. പക്ഷെ ആർത്തിയുടെ കയ്യിൽ ഒന്നുമേ ഉണ്ടായിരുന്നില്ല. അവൾ അമ്മയുടെ ഫോട്ടോയുടെ മുമ്പിലിരുന്ന് കരയാനും തുടങ്ങി. അമ്മ, ഇങ്ങനെയാണോ എന്റെ കല്യാണം നടക്കാൻ പോണേ? നല്ല ലെഹങ്കയില്ല, ഉടുപ്പുമില്ല. എന്നെ എന്തിനാ ഇവിടെ ഇട്ടിട്ട് പോയതമ്മ? ഉത്തരം താ അമ്മ, ഉത്തരം താ. അപ്പോ പെട്ടെന്ന് ആർത്തിക്ക് അവളുടെ അമ്മയുടെ ശബ്ദം കേൾക്കാൻ പറ്റി. ആകാശവാണി കേൾക്കുന്ന പോലെ. മോളെ, ഞാൻ നിന്റെ അമ്മയാണ്. നിന്നെക്കുറിച്ച് എനിക്ക് ആലോചിച്ചേ പറ്റുള്ളൂ. കട്ടിലിന്റെ അടിയിലൊരു ട്രങ്കുണ്ട്. അതിന്റെ അകത്ത് എന്റെ കല്യാണ ജോഡിയുണ്ട്. അതിനെ എടുത്ത നീ ഇട്. അമ്മ ഇതെവിടെയാ അമ്മ? നിന്റെ മനസ്സിലുണ്ട് മോളെ. ഇനി പെട്ടെന്ന് ലെഹങ്ക ഇടങ്ങോട്ട്. ആർത്തി കട്ടിലിന്റെ അടിയിൽ നിന്ന് ട്രങ്ക് എടുത്ത് അതിന്റെ അകത്തുണ്ടായിരുന്ന ലെഹങ്ക അങ്ങ് അണിഞ്ഞു. അതണിഞ്ഞപ്പോഴേക്കും അത്ഭുതം സംഭവിച്ചു. ആർത്തി കറുപ്പിൽ നിന്നും വെളുത്തതായി. അവൾ അത്രയും സുന്ദരിയായി. അവൾ കണ്ണാടി ചെന്ന് നോക്കിയപ്പോ അവളുടെ തന്നെ കിളി പറന്നു. എന്താ, എനിക്കിത്രയും ഭംഗിയോ? പക്ഷെ എങ്ങനെ? ഇതമ്മയുടെ സ്നേഹമാണ് മോളെ. ഇനിപ്പോ കല്യാണ മണ്ഡപത്തിൽ പോയിരിക്കെ. കല്യാണ മണ്ഡപത്തിൽ ആലോക് നിൽക്കുകയായിരുന്നു. അടുത്ത് രഘുവും ഉണ്ടായിരുന്നു. പായൽ കല്യാണ മണ്ഡപത്തിൽ വന്നപ്പോഴേക്കും ആർത്തിയും വന്നു. ആർത്തിയെ കണ്ടപ്പോ എല്ലാവരുടെയും കിളിപോയി. എന്താ, ആർത്തി ഇത്രയും വെളുത്തതെങ്ങനെയാ? ഈ വേലക്കാരി എങ്ങനെ ഇത്ര സുന്ദരിയായത്? ഇവള് പായലിനേക്കാളും സുന്ദരിയാണല്ലോ. ആർത്തി രഘുവിന്റെ കൈ പിടിച്ചപ്പോഴേക്കും സുന്ദരനും നല്ല പൊക്കമുള്ള ഒരു ആൺകുട്ടിയായി. അവൻ പറഞ്ഞു, യജമാനെ, എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാനിനി നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നില്ല. രഘു ആർത്തി അവിടുന്നങ്ങ് ഓടി. അവരവിടുന്ന് പോയി വേറൊരു അമ്പലത്തിൽ പോയി വിവാഹം ചെയ്തു. ഇവിടെ ജാനകി ആലോകിനും ആർത്തി അവരുടെ വേലക്കാരിയല്ല മകളാണെന്നറിഞ്ഞപ്പോ അവരാ കല്യാണത്തിൽ നിന്നും പിന്മാറി. പായൽ തകർന്നുപോയി. അമ്മയുടെ അനുഗ്രഹത്താൽ ആരത്തിയും രഘുവും വേറൊരു നാട്ടിൽ പോയി ജീവിക്കാൻ തുടങ്ങി.
അവർ രണ്ടുപേരും ലെഹങ്കയുണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും നല്ലൊരു ജീവിതം നയിച്ചു. പായലിനെ കല്യാണം കഴിച്ചില്ല ആരും. 1,00,000 ലെഹങ്കയും ഇട്ടുകൊണ്ട് അവളുടെ ജീവിതം ഒറ്റപ്പെട്ടു. Thanks for watching.